യൂട്യൂബർമാർക്ക് രേണുവിൻ്റെ കയ്യിൽ നിന്ന് കൈനട്ടം കിട്ടി, നന്നായിട്ടുണ്ട്, അടിപൊളി, ഗുഡ് ലക്ക് നമ്മുടെ രേണു. നമുക്ക് രേണുവിൻ്റെ വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലവരുമാണോ പറയാലോ? ഇത് ഉണ്ടാക്കിയവനെ നിനക്കറിയാലോ, നോക്കടാ. അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭവാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച രണ്ട് ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഈ ഇട്ടേക്കുന്നത് അതില്. അപ്പൊ എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം. അപ്പൊ കേട്ടില്ലേ, രേണുവിന്റെ കൈയട്ടം കിട്ടിയപ്പോ സമാധാനമായില്ലേ? എന്താടോ നിങ്ങൾ നന്നാവാത്തത്? എന്തിനാ ഈ ഒരു പാവം പെൺകുട്ടീനെ ഇങ്ങനെ ഈ ഉപദ്രവിക്കാൻ നടക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ജോലി ഇഷ്ടം പോലെ കണ്ടന്റ് ഇല്ലേ? അത് ചെയ്ത് നടന്നാൽ പോരെ. ഈ പാവത്തിന് ഒരു ക്യാൻസർ വന്ന രോഗിന് ആ തലമുടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ രേണു ഇതുപോലെ ചൂടായിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ കണ്ടിട്ടില്ല. എനിക്കത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. നിങ്ങൾക്ക് ഈ ഒരു ആൾക്ക് ഒരു രോഗം വന്നാലെങ്കിലും നിങ്ങൾ വിടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അതിന് 10 രൂപ ആവശ്യമുണ്ട്. അതിനപ്പോൾ അതുകൊണ്ട് അവർ പറയണ പൈസ കൊടുത്തിട്ടാണ് ആ ഇൻ്റർവ്യൂ ചെയ്തത്. എന്നിട്ട് ഇപ്പോഴെനിക്ക് മനസ്സിലായത് എന്താണ് ഈ ഡയലോഗ് ആരുണ്ടാക്കിയെന്നുള്ളത് ഇപ്പോൾ രേണു പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവണത്. ഈ കിച്ചുവിനെ കുറിച്ചുള്ള ഈ ഡയലോഗ് അവരോട് ചോദിക്കാൻ കാരണം ആങ്കർ ഉണ്ടാക്കിയതല്ല, ഇത് ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇപ്പോൾ പുറത്ത് വന്നത്. അതൊന്നും ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാ ഈ പാവം പെൺകുട്ടിയുടെ പച്ചറിച്ച് തിന്നാൻ നടക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്കൊക്കെ നാണമെന്ന് പറയണമൊന്നുമില്ലേ? നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമില്ലേ? നിങ്ങൾക്കൊക്കെ എന്നില്ലെങ്കിൽ നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ട ആൾക്കാരല്ലേ? നമ്മളൊക്കെ മരിച്ചു പോകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ കുഴിമാടത്തിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാനെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യുക. ഇത്ര നമുക്കിത് പറയാനുള്ളൂ. ബാക്കിയൊക്കെ രേണു പറഞ്ഞതാണ്. എന്തായാലും ഓണസമ്മാനം അടിപൊളി. അതിൻ്റെ രേണു പറ്റി പറഞ്ഞതിൽ ഒരു ഭാഗം മാത്രമാണ്, ഒരു 28 സെക്കൻഡ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വെച്ച് തന്നിട്ടുള്ളൂ. അത് മുഴുവൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വിവരം അറിയാം. പക്ഷെ നമുക്കത് വെക്കാൻ പറ്റില്ല. നമുക്കത് അത്രയധികം ഒരു മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവർ ഈ രേണുവിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനൊരു മറുപടിയാണ് കൊടുത്തോണത്. അതിപ്പോൾ അത് ഫുള്ളായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് കുറേ ഭാഗങ്ങളൊക്കെ സെൻസർ ചെയ്ത് കാണിച്ചിട്ട് ഞാൻ വെച്ചോക്കുന്നത്. നിങ്ങളെന്തായാലും രേണുവിൻ്റെ ചാനലിൽ കയറി അത് മുഴുവനൊന്ന് കാണാം. ഒരു പെൺകുട്ടിയുടെ ദുഃഖം, ഭൂമിയിൽ ജനിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമല്ല അത് ചെയ്തുള്ളൂ, നല്ലൊരു ജീവിതം കിട്ടിയില്ല, ഇതെല്ലാം ചെയ്തുള്ളൂ. അതിന് ഇങ്ങനെ കടന്നൽക്കൂട് വന്ന് ആക്രമിക്കുന്ന പോലെ ആക്രമിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയുള്ള കാര്യമല്ല അത്. ഇതിപ്പോൾ രേണു എന്ന് ഫേമസ് ആയോ അന്ന് മുതൽ ഇവർ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഇനിയിലൊന്നും നിർത്താറായില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു FIR ഇതിലൊരു യൂട്യൂബറുടെ പേരിലുണ്ട്, എന്നിട്ടും പഠിച്ചിട്ടില്ല. പിന്നെ രേണു പറയുന്നുണ്ട് ഈ യൂട്യൂബർ ഒരു കാറ് മേടിച്ചു, ആ കാറിലെ ഈ രേണുവിനെ കുറ്റം പറഞ്ഞു, രേണുവിനെ ട്രോളിയും രേണുവിനെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാശാണ് അതിലുണ്ടായിരുന്ന രേണു എന്ന് പറയണത്. അതൊക്കെ എന്തോ ആവട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവരും വിടുക. ഈ രോഗം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും രോഗങ്ങൾ വരാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അത്ര ഫ്ലെക്സിബിൾ അല്ല. എത്ര മിഷ്യാനികൾ കൂടിയിട്ടുള്ളതെന്നറിയാം നമ്മുടെ ഒരു ശരീരം. അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ് പോയില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വല്ലവൻ്റെയും ആശ്രയത്തിൽ ജീവിക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ഭാര്യയുടെയോ കുട്ടികളെയോ മറ്റുള്ള ആശ്രയത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി നമുക്ക് വരില്ല എന്ന് എന്തോ ഉറപ്പ്. കട്ടിലിൽ കിടന്നതിൻ്റെ തോറിലും മുള്ളലും എല്ലാം നമ്മളവിടെ ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മളതിനെപ്പറ്റി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക. അതുപോലെ നമ്മളൊരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹം എന്നല്ലെങ്കിൽ നാളെ നമുക്ക് തിരിച്ചടിക്കും. അത് ആദ്യം മനസ്സിലാക്കുക. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും നമ്മളൊരാളെ മനസ്സിന് അങ്ങനെ അധികം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടിരിക്കാൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞൂടെ? എന്തിനാ ഈ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ തല്ലുകൂടി? കാശിന് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്, പണത്തിന് വേണ്ടിയിട്ടല്ലേ. ഈ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ? നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ആയുസ്സും ആരോഗ്യമാണ്. അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിനു വേണ്ടി ചെയ്യുക. ഇങ്ങനെയുള്ള പാവം അബലകളായുള്ള സ്ത്രീകളെ ഇങ്ങനെ ആക്രമിക്കരുത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞാനൊരു ചെറിയ ഭാഗം മാത്രമേ വെച്ചെന്നുള്ളൂ. നിങ്ങൾ അതിൻ്റെ ഫുൾ വീഡിയോ രേണുവിൻ്റെ ചാനലിൽ കയറി കാണുക, അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകൾ അത് ബ്രേക്ക് ചെയ്യും, അപ്പോൾ കാണാം. എനിക്കത് വെക്കാനായിട്ട് മുഴുവനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വയ്ക്കാത്തത്. രേണു പറഞ്ഞതിലൊക്കെ 100% സത്യമുണ്ട്. 101% സത്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ രേണു ഇത്തിരി കൂടി മുമ്പ് പറയേണ്ടതാണെന്നാണ് ഞാൻ പറയണത്. ഇത്ര വൈകിപ്പോയെന്ന് ഞാൻ പറയണത്. ഇവരൊന്നും വിട്ടുകൊടുക്കരുത്. ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ രേണുവിൻ്റെ. അതിന് രേണുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, എന്നെ പോലെ കുറേ ആൾക്കാർ കൂടെയുണ്ട്. അപ്പോൾ രേണുവിനൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ നിർത്തും.